ഒരു ട്രെയിൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, പക്ഷെ സ്റ്റേഷനിലേക്ക് കടന്നു വരുന്നില്ല. തെങ്കാശിയിൽ നിന്നും കൊല്ലത്തേക്ക് പോകുന്നൊരു KSRTC ബസ് കടന്നു പോകുന്നുണ്ട്. എന്തായാലും നല്ലൊരു ഫ്രെയിമിലേക്കാണത് കടന്നു ചെല്ലുന്നത്. സ്ലോപ്പ് പോലെയാണ് അവിടെ പശ്ചിമഘട്ട മലനിരകൾ കാണപ്പെടുന്നത്. അതിങ്ങനെ താഴേക്ക് തെങ്കാശിയിൽ നിന്ന് കൊല്ലത്ത് പോകുന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സാണ്. പുനലൂർ തെങ്കാശി ട്രാവൽ സീരീസിലെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ട്രാവൽ സീരീസിന്റെ അവസാനത്തെ വീഡിയോയാണിത്. ഇന്ന് നമ്മളുള്ളത് തെങ്കാശിക്കടുത്തുള്ള ഇളഞ്ചിയിലാണ്. ഇളഞ്ചി ഗ്രാമത്തിൽ നിന്നും വലത്തേക്ക് കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് തെങ്കാശി ന്യൂ ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോകേണ്ടത്. ഇടത്തേക്ക് കാണുന്ന വഴിയിലൂടെ പോയാൽ നമുക്ക് കുറ്റാലത്ത് പോകാവുന്നതാണ്. നമ്മൾ ഇളഞ്ചിയിൽ നിന്നും നേരെയുള്ള വഴിയിലാണ് പോകുന്നത്. അത് ചെങ്കോട്ടയ്ക്കുള്ള വഴിയാണ്. ഇളഞ്ചി ഗ്രാമത്തിന് ഈ പേര് വരാൻ കാരണം ചുറ്റും ജലാശയങ്ങൾ നിറഞ്ഞ ഒരു ഗ്രാമം എന്ന അർത്ഥത്തിലാണ്. ആ ഒരു വാക്കിനെയാണ് ഇവിടെ തമിഴിലെ ഇളഞ്ചി എന്ന് പറയുന്നതെന്ന് ചില പേജുകളിൽ കണ്ടിരുന്നു. പറഞ്ഞത് എന്തായാലും ശരിയാകാനാണ് സാധ്യത. നമ്മുടെ ഇളഞ്ചി ഗ്രാമത്തെ ചുറ്റി 3-4 ജലാശയങ്ങൾ കാണാൻ സാധിക്കും. ഒരുപോലെ നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും ലഭിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇളഞ്ചി എന്ന് പറയുന്നത്. ചെങ്കോട്ടയിൽ നിന്നും തെങ്കാശിയിൽ നിന്നും കുറ്റാലത്തു നിന്നും ഏകദേശം ഒരേ ദൂരത്തിലാണ് നമ്മുടെ ഇളഞ്ചി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. സമയം ഏതാണ്ട് 2:15 കഴിഞ്ഞു. സൂര്യൻ നല്ല രീതിയിൽ പണി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വഴിയിൽ പിറനൂർ എന്ന് പറയുന്ന സ്ഥലത്തിറങ്ങി ഒരു വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് കരുതി ജാമീൻ എന്ന് പറയുന്ന ഈ ഒരു ബീഡ സ്റ്റാളിൽ കയറി. ബീഡ മാത്രമല്ല, അവിടെ അത്യാവശ്യം മൊഹിറ്റോ ഒക്കെ വിൽക്കുന്ന കടയാണ്. എന്തുകൊണ്ടും നമ്മൾ 2 മൊഹിറ്റോ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ഥലം നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണ്. ഈ പിറനൂർ എന്ന് പറയുന്ന സ്ഥലം ചെങ്കോട്ടയ്ക്ക് തൊട്ട് മുൻപായിട്ടുള്ള ഒരു പ്രദേശമാണ്. ചെങ്കോട്ടയുടെ ഭാഗം തന്നെയാണ്. ഇവിടെയാണ് നമ്മുടെ പ്രശസ്തമായ ബോർഡർ ചിക്കൻ വിൽക്കുന്ന റഹ്മത്ത് പൊറോട്ട സ്റ്റാൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബോർഡർ ചിക്കൻ എന്ന് പറഞ്ഞ് നിരവധി ഹോട്ടലുകൾ ഇവിടെ തന്നെ ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പണ്ടത്തെ ഫേമസ് ആയിട്ടുള്ള കടയെന്ന് പറയുന്നത് റഹ്മത്ത് പൊറോട്ട സ്റ്റാളാണ്. നമ്മുടെ കടയുടെ തൊട്ടടുത്ത് തന്നെയാണ് റഹ്മത്ത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 10-35 വർഷത്തിലധികം പഴക്കമുള്ളൊരു കടയാണത്. നമ്മൾ സാധാരണ കേരളത്തിന്റെ ബോർഡറിലായതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു പേര് വന്നത്. സ്ഥിരമായി പണ്ട് ലോറിക്കാർക്കൊക്കെ ഭക്ഷണം ഒരുക്കിയിരുന്നൊരു കടയായിരുന്നു അത്. പിന്നീട് എനിക്ക് തോന്നുന്നത് വേറൊരു കാരണവും ഉണ്ടാകാം. നമ്മൾ ഈ പറയുന്ന പിറനൂർ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചെങ്കോട്ടയിൽ തിരുവിതാംകൂറിൻ്റെ പഴയ ഗേറ്റ്, ഇപ്പോൾ ഈ കടന്നു പോയതാണ് തിരുവിതാംകൂറിൻ്റെ ഗേറ്റ്. ഈ ഗേറ്റ് കാണാൻ സാധിക്കും. ഇവിടെയും സാമ്പാർ വടകര എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ മറ്റൊരു പ്രദേശം വരെയും നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. വേണമെങ്കിൽ അതുകൊണ്ട് ആ ഭാഗത്തെ ബോർഡർ എന്ന് വിളിച്ച് പിറനൂർ ബോർഡർ എന്ന് അവിടെ അറിയപ്പെടാറുണ്ട്. അങ്ങനെ അത് ബോർഡർ ചിക്കൻ എന്ന പേര് വന്നതാവാനും സാധ്യതയുണ്ട്. നമ്മളെന്തായാലും ചെങ്കോട്ട ടൗണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ഭഗവതിപുരമാണ്. ഭഗവതിപുരം ഗ്രാമവും ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്ന 2 ട്രെയിനുകളും കാണുവാനായിട്ടാണ് നമ്മളിനി പോകുന്നത്. ഇനി നമുക്ക് ചെന്നെത്താനുള്ളത് പുളിയറയിലേക്കാണ്. പുളിയറ നമ്മുടെ കേരളത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. തെങ്കാശി റൂട്ടിൽ നിന്ന് വരുമ്പോൾ പുളിയറയിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞും നമ്മൾ കേരളത്തിൽ നിന്ന് വരുമ്പോൾ പുളിയറയിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞുമാണ് ഭഗവതിപുരത്തേക്ക് പോകേണ്ടത്. നമ്മൾ കേരളത്തിൽ നിന്ന് ചെങ്കോട്ടയിലേക്കോ തെങ്കാശിയിലേക്കൊക്കെ വരുമ്പോൾ പശ്ചിമഘട്ടത്തിന്റെ നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് ഇത്. നല്ല പാടങ്ങൾക്ക് നടുക്കായിട്ട് നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡും നമ്മുടെ മുന്നിലായിട്ട് പശ്ചിമഘട്ട മലനിരകളും കാണാൻ പറ്റുന്ന നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇത്. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ പശ്ചിമഘട്ട പ്രദേശങ്ങളും തമിഴ്നാടിന്റെ നെൽപ്പാടങ്ങളും എല്ലാം ഒരൊറ്റ ഫ്രെയിമിൽ ആസ്വദിക്കാവുന്നതാണ്. തെങ്കാശിയിൽ നിന്നും കൊല്ലത്തേക്ക് പോകുന്നൊരു KSRTC ബസ് കടന്നു പോകുന്നുണ്ട്. എന്തായാലും നല്ലൊരു ഫ്രെയിമിലേക്കാണത് കടന്നു ചെല്ലുന്നത്. നമ്മളങ്ങനെ വീണ്ടും വിശ്രമിച്ചതിന് ശേഷം പുളിയറയിലേക്ക് യാത്ര തിരിച്ചു. ഇവിടെ ഒന്നും അധികം ദൂരമില്ല പുളിയറയിലേക്ക്. നമ്മൾ 1ാമത്തെ എപ്പിസോഡിൽ കാണിച്ചു തന്നിരുന്നു പുളിയറയിൽ നിന്നും തിരിഞ്ഞ് ഭഗവതിപുരത്തേക്ക് പോകേണ്ട റോഡ്. നമ്മൾ ആ റോഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തെങ്കാശിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ പുളിയറ RTO ചെക്ക് പോസ്റ്റിന് തൊട്ട് മുൻപായിട്ടൊരു ജംഗ്ഷനുണ്ട്. ഈ കാണുന്നതാണിത്. അവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞാണ് പോകേണ്ടത്. ഇനി കേരളത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ RTO ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അടുത്ത് കാണുന്ന ചെറിയ ജംഗ്ഷൻ, വലിയ ദൂരമില്ല, ഒരു 100-200 മീറ്റർ വ്യത്യാസത്തിലാണ്. ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞകത്തേക്ക് പോകണം. നമ്മളിനി ബസ്സിലാണ് വരുന്നതെങ്കിൽ പോലും നമുക്ക് ഭഗവതിപുരം ഗ്രാമത്തിലേക്ക് നടന്നു പോകാവുന്നതാണ്. ഏകദേശം 2 കിലോമീറ്റർ ദൂരം മാത്രമാണ് പുളിയറയിൽ നിന്നും ഭഗവതിപുരത്തിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ നടന്ന് നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ ഭഗവതിപുരത്തെത്താം. അതെല്ലാം നിങ്ങളുടെ വാഹനങ്ങളിൽ വരുവാണെങ്കിലും 5 മിനിറ്റ് കൊണ്ട് നമ്മൾ പുളിയറയിൽ നിന്നും ഭഗവതിപുരത്തെത്തും. പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ വളരെയധികം മനോഹരമായതാണ്. നെൽപ്പാടങ്ങളും നെല്ല് കൃഷി ചെയ്ത് അവർ കറ്റ കെട്ടി നിർത്തിയിരിക്കുന്ന കാഴ്ചകളും നെല്ല് വാഹനങ്ങൾ കയറ്റുന്ന കാഴ്ചകളും ഒക്കെ ആയിട്ട് വഴിയിൽ കാഴ്ചകൾ ഗംഭീരമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നടന്നു പോയാലും നിങ്ങൾക്ക് ഒട്ടും ബോറടിക്കില്ല. അപ്പോൾ നമ്മളങ്ങനെ ഭഗവതിപുരം ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്ക് കടക്കുകയാണ്. റോഡിന് വീതി കുറവാണ്, സൂക്ഷിച്ചു പോകണമെന്നേ ഉള്ളൂ. റോഡിൻ്റെ വശങ്ങളിൽ തന്നെ ഇവിടെയുള്ള ആളുകളുടെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ കാണാം. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ വ്യൂ കാണാവുന്നതാണ്.
കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെല്ല് കൃഷി ചെയ്ത് അത് കൊയ്ത് വാഹനങ്ങളിൽ കയറ്റുന്ന കാഴ്ചയൊക്കെ ഇപ്പോൾ ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ പാലക്കാടൻ ഗ്രാമങ്ങളിലൊക്കെ കാണുന്ന പോലെയുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ നമ്മുടെ ഭഗവതിപുരത്തേക്ക് പോകുന്ന വഴിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് വ്യൂ പോയിന്റ്. നല്ല വിശാലമായ നെൽപ്പാടങ്ങളാണ് നമുക്ക് മുൻപിൽ കാണുന്നത്. ചിലയിടത്ത് കൃഷി കഴിഞ്ഞ് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നു. അതിൻ്റെ തൊട്ട് മുൻപിലായിട്ട് നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ ഏകദേശം പാലക്കാടൻ കാഴ്ചകൾ പോലെയുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. റോഡ് മുന്നിൽ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. യാതൊരുവിധ വളവുകളുമില്ല. നമ്മൾ നേരെ റെയിൽവേ ട്രാക്ക് കാണുന്നത് വരെ ഈ റോഡ് ഇങ്ങനെ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കും. ചുറ്റും ഗ്രാമങ്ങളുണ്ട്. നമ്മുടെ ഇവിടെയായിട്ട് കൃഷിപ്പാടങ്ങളുണ്ട്. അങ്ങനെ നിരവധി കാഴ്ചകളാണ് നമ്മളെ ഭഗവതിപുരത്ത് കാത്തിരിക്കുന്നത്. കേരളത്തിന് സമാനമായ കാലാവസ്ഥയാണുള്ളത്. നമ്മുടെ അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ 2 മൺസൂൺ കാലവും ഇവിടെ അനുഭവപ്പെടാറുണ്ട്. സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും ധാരാളമായി ലഭിക്കുന്ന ഒരു പ്രദേശമാണ് ഭഗവതിപുരം. അത് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. നമ്മുടെ വയലുകളെല്ലാം നല്ല പച്ചപ്പണിഞ്ഞാണ് നിൽക്കുന്നത്. ആവശ്യത്തിന് വെള്ളമുണ്ട്. ഭഗവതിപുരത്തേക്കുള്ള യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. അപൂർവം ചില വലിയ വീടുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം കുഞ്ഞു വീടുകളാണ്. അതുകൂടാതെ തന്നെ അവരെല്ലാം അടുത്തടുത്തുമാണ് താമസിക്കുന്നത്. ഭംഗിയുള്ള ഇത്തരം കുഞ്ഞു വീടുകൾ വെക്കുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ ഭൂമി മറ്റ് ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാതെ കൂടുതലായി കൃഷിക്ക് മാത്രം ഭൂമി ഉപയോഗിക്കുന്നതിനായിട്ടാണ് അവർ ഇത്തരത്തിൽ കുഞ്ഞു കുഞ്ഞു വീടുകൾ വയ്ക്കുകയും അടുത്തടുത്ത് താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ നെൽവയൽ നികത്തി വീടുകളൊക്കെ പണിഞ്ഞ് വലിയ വലിയ വീടുകൾ പണിഞ്ഞ് കൂട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അവർ നേരെ തിരിച്ചാണ്. പരമാവധി കുഞ്ഞു വീടുകൾ വെക്കുകയും അടുത്തടുത്ത് താമസിക്കുകയും ചെയ്യുന്നതിലൂടെ കൂടുതൽ ഭൂമി അവർക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു. നമ്മൾ അധികം സ്ഥലങ്ങളിലൊന്നും ഇറങ്ങി നിൽക്കുന്നില്ല. നമുക്ക് ഏകദേശം ഒരു 3 മണി 3:10 കൂടി ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. കാരണം നമ്മുടെ 3 ട്രെയിനുകൾ, ഒരു കൊല്ലം ചെന്നൈ എഗ്മോർ ഉണ്ട്, അത് മിക്കവാറും പോയിട്ടുണ്ടാകണം. 2:40 നമ്മുടെ വേർ ഈസ് മൈ ട്രെയിൻ ആപ്പിനകത്ത് കാണിച്ചത്. ഞാൻ ട്രെയിൻ സമയം നോക്കാനായിട്ട് വേർ ഈസ് മൈ ട്രെയിൻ ആപ്പാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് നമ്മുടെ കൊല്ലം ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൻ്റെ സമയം ഭഗവതിപുരം 2:40 കാണിക്കുന്നത്. അത് ഏകദേശം പോയിട്ടുണ്ടാകണം. നമുക്കിനി മധുര ഗുരുവായൂർ ഇങ്ങോട്ട് വരുന്ന ട്രെയിനും അങ്ങോട്ട് പോകുന്ന ട്രെയിനും ഏകദേശം ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇങ്ങോട്ട് പുനലൂരിൽ നിന്ന് വരുന്ന ട്രെയിൻ 3:10 കൂടി ഭഗവതിപുരത്ത് എത്തുന്നതായിട്ടും തിരിച്ച് മധുരയിൽ നിന്ന് പുനലൂർ വഴി ഗുരുവായൂർക്ക് പോകുന്ന ട്രെയിൻ 3:20 കൂടി ഭഗവതിപുരത്ത് എത്തുമെന്നുമാണ് ആപ്പിനകത്ത് കാണിച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു. റോഡ് ഇവിടെ വരെയാണുള്ളത്. നമ്മുടെ മുന്നിൽ കാണുന്നതാണ് ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് എന്തായാലും സ്റ്റേഷൻ്റെ മുന്നിൽ വരെ ഒന്ന് പോയിട്ട് വരാം. ഈ റോഡ് സ്റ്റേഷൻ്റെ തൊട്ട് മുൻഭാഗത്ത് വരെയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാണുന്ന 2 വശങ്ങളിലും വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാവുന്നതാണ്. വലതുഭാഗത്തായിട്ട് നമുക്ക് നെൽപ്പാടങ്ങളൊക്കെ കാണാം. മുന്നിൽ പശ്ചിമഘട്ട നിരകൾ കാണാം. ഇപ്പോൾ ഈ സ്റ്റേഷനിലെത്തുന്നവർക്ക് ഒട്ടും ബോറടിക്കാത്ത കാഴ്ചകളാണ് ഭഗവതിപുരം ഒരുക്കി തരുന്നത്. ട്രെയിൻ വരുന്ന കാഴ്ചകൾ കൂടാതെ ഇത്തരത്തിലുള്ള നെൽപ്പാടങ്ങളുടെയും പശ്ചിമഘട്ടത്തിൻ്റെയൊക്കെ കാഴ്ചകൾ കൂടുതൽ ഈ സ്ഥലത്തെ മനോഹരമാക്കുന്നു. ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനാണ്. സ്റ്റാഫുകൾ കുറവാണെന്ന് തോന്നുന്നു. സിഗ്നൽ കാണിക്കാനും മറ്റും സ്റ്റേഷൻ മാസ്റ്ററോ മറ്റോ ഇവിടെ ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റേഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും നമുക്ക് പശ്ചിമഘട്ടം കാണാവുന്നതാണ്. മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ പശ്ചിമഘട്ട മലനിരകൾ നമുക്ക് ദൃശ്യമായി തുടങ്ങും. ഇവിടെ നിന്ന് നമുക്ക് ആ താഴ്വാര പ്രദേശങ്ങളും, അതായത് ഒരു സ്ലോപ്പ് പോലെയാണ് അവിടെ പശ്ചിമഘട്ട മലനിരകൾ കാണപ്പെടുന്നത്. അതിങ്ങനെ താഴേക്ക് ഒരു ഗ്രാമത്തിലേക്ക് ഇറങ്ങി വന്ന് കിടക്കുന്നത് പോലെയാണ് കാഴ്ചകൾ കാണുന്നത്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം അകത്തേക്ക് കയറാം. ഇവിടെ നിന്നും ഒരു വഴിയുണ്ട്. അപ്പുറത്തെ ഗ്രാമത്തിലേക്കൊക്കെ പോകുന്നവർക്ക് ചെറിയ ബൈക്കൊക്കെ ക്രോസ് ചെയ്ത് പോകാനായിട്ട് ഇവിടെ ഒരു ചെറിയ വഴി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വഴിയിലൂടെ നമുക്ക് അകത്തേക്ക് പ്രവേശിച്ച് അവിടെ എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കാം. ഫസ്റ്റ് ഇംപ്രഷൻ എന്നോണം നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു കാഴ്ചയാണ് നമ്മുടെ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ ഒരുക്കി തരുന്നത്. ഇതിനകത്ത് വിഷമിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്ന ചില മരങ്ങളൊക്കെ വൈദ്യുതീകരണത്തിൻ്റെ ഭാഗമായിട്ട് മുറിച്ച് നീക്കാനുള്ളതാണ്. അതും കൂടി പോയി കഴിയുമ്പോൾ ചെറിയൊരു ഭംഗി ഭഗവതിപുരത്തിന് കുറയും. എങ്കിൽ പോലും ആ മലനിരകളുടെ ബാക്ക്ഗ്രൗണ്ടും മറ്റ് പച്ചപ്പുമൊക്കെ ആയിട്ട് ഭഗവതിപുരം എന്നും ഒരു സുന്ദരമായ പ്രദേശമായി നിലനിൽക്കാൻ തന്നെയാണ് സാധ്യത. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കും ഈ സ്റ്റേഷൻ നല്ലൊരു വിരുന്നാണ് ഒരുക്കുക. ഭഗവതിപുരത്തിൻ്റെ ബോർഡുകൾ കാണാം. നമ്മളെന്തായാലും അപ്പുറത്തെ വശത്തേക്ക് മാറിയിരിക്കുകയാണ്. ഇവിടെ നല്ല പച്ചപ്പൊക്കെയാണ്. ഒരു പാർക്ക് പോലെ തന്നെ സ്വാഭാവികമായ ഒരു പാർക്ക് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നു. നമ്മുടെ തൊട്ട് സൈഡിലായിട്ട് ഇത്തരത്തിലൊരു പാളം കാണാം. പണ്ട് ഈ വഴിയിലൂടെ ആയിരുന്നു ട്രാക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് അവിടെ ഇരട്ടപ്പാതയാക്കേണ്ടി വന്നതിനാൽ അവർ ഇപ്പുറത്തേക്ക് മാറി ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വലിയൊരു മലയാണ്. അത് കൂടുതൽ തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ വശത്തു കൂടി ട്രാക്ക് ആക്കിയിട്ടുണ്ട്. നല്ല അന്തരീക്ഷമാണ്. ഞാൻ എന്തായാലും കുറച്ചു നേരം ആ ഒരു സൗണ്ടൊക്കെ ഒന്ന് കേൾപ്പിക്കാം.
മയിലിന്റെ ശബ്ദവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് ഭഗവതിപുരത്തുള്ളത്. നമ്മൾ ഈ മുൻപിൽ കാണുന്ന സ്ഥലത്തേക്ക് നോക്കി വേരീസ് മൈ ട്രെയിൻ ആപ്പും പരിശോധിച്ച് കുറേ നേരമായിട്ട് ഇരിക്കുകയാണ്. തെന്മല കഴിഞ്ഞ് ട്രെയിനുകളുടെ സിഗ്നലുകളൊന്നും നമ്മൾ കാണുന്നില്ല. കൊല്ലം ചെന്നൈ എഗ്മോർ ആണെങ്കിലും തെന്മല കഴിഞ്ഞ് സിഗ്നൽ കാണിക്കുന്നില്ല. നമ്മൾ അങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഒരു ട്രെയിൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, പക്ഷെ സ്റ്റേഷനിലേക്ക് കടന്നു വരുന്നില്ല. അത് നോക്കിയപ്പോൾ നമ്മുടെ കൊല്ലം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആണ്. അതവിടെ എന്തോ സിഗ്നൽ തകരാറ് മൂലം ലേറ്റായിട്ടാണ് വന്നത്. നമ്മുടെ പശ്ചിമഘട്ടം ഇറങ്ങി താഴേക്കാണ് വരുന്നത്. ഇവിടെ നിർത്തിയിട്ട് സ്റ്റേഷനിൽ നിന്നുള്ള പെർമിഷൻ കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇത് അകത്തേക്ക് കയറുന്നത്. അപ്പോൾ നമുക്ക് ദൂരെ നിന്നേ നമ്മൾ കുറേ നേരമായിട്ട് ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. നമ്മുടെ ഏകദേശം ആര്യങ്കാവിന് അപ്പുറം മുതലുള്ള ഹോണടി നമ്മൾ കേൾക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള ഹോൺ വരെ നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റും. അത്രയ്ക്ക് സൈലൻസ് ആണ് ഇവിടെ. ഈ കിളികളുടെ സൗണ്ടൊക്കെ മാത്രമേ ഉള്ളൂ. ഈ താഴ്വാര പ്രദേശത്ത് ട്രെയിനിന്റെ ഹോൺ അത്ര ദൂരെ നിന്ന് വരെ നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാമായിരുന്നു. അങ്ങനെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ ഇറങ്ങി നമ്മുടെ കൊല്ലം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആണ് ഈ കടന്നു വരുന്നത്. ഇത്തരത്തിൽ പശ്ചിമഘട്ടം തുരന്ന് ഇറങ്ങി വരുന്നത് പോലെയുള്ള ഈ ഒരു കാഴ്ച കാണാനായിട്ടാണ് നമ്മൾ ഭഗവതിപുരം എന്ന് പറയുന്ന സ്ഥലം തിരഞ്ഞെടുത്തത് തന്നെ. നമുക്കെന്തായാലും കൊല്ലം ചെന്നൈ എഗ്മോർ കടന്നു വരുന്ന കാഴ്ചയൊന്ന് ആസ്വദിക്കാം. കൊയിലോൺ മൈൽ എന്ന പേരുള്ള വർഷങ്ങൾ പഴക്കമുള്ള മീറ്റർ ഗേജ് പാത മുതൽ തന്നെ ഈ റൂട്ടിലൂടെ സർവീസ് നടത്തുന്ന കൊല്ലം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിലൂടെ നമുക്ക് മുന്നിലൂടെ കടന്നു പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഭഗവതിപുരത്ത് സ്റ്റോപ്പില്ല. കോഡിന് ശേഷം പല റെയിൽവേ സ്റ്റേഷനുകളിലും സ്റ്റോപ്പ് അനുവദിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല, ഈ റൂട്ടിലെ ട്രെയിനുകളുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ മുന്നിലും പിന്നിലും 2 ലോക്കോകൾ ഉണ്ടായിരിക്കും. ട്രെയിനിനെ മുന്നിലൂടെ വലിച്ചുകൊണ്ട് പോകാനും പുറകിലൂടെ തള്ളിക്കൊണ്ടു പോകാനും 2 എഞ്ചിനുകളുണ്ട്. അത് ഇത്തരത്തിലുള്ള ഗാർഡ് സെക്ഷനുകളിൽ സാധാരണമാണ്. എങ്കിൽ മാത്രമേ വലിയ മലകളൊക്കെ കയറി ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുകയുള്ളൂ. എന്തായാലും നമ്മൾ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനോട് യാത്ര പറഞ്ഞിറങ്ങി. നമുക്ക് എന്തായാലും 2 ട്രെയിൻ കാണണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു എഗ്മോർ എക്സ്പ്രസ് തന്നെ സിഗ്നൽ ലേറ്റ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ ഇനിയുള്ള ട്രെയിനുകളും അത്യാവശ്യം താമസിച്ചായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. നമുക്ക് നമ്മുടെ പുനലൂരിനും തെന്മലയ്ക്കും അല്ലെങ്കിൽ തെന്മലയ്ക്കും ആര്യങ്കാവിനും ഇടയിൽ എവിടെയെങ്കിലും നിന്ന് നമുക്ക് ആ വരുന്ന ട്രെയിനുകൾ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ഭഗവതിപുരം ഗ്രാമത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ കണ്ട കൊല്ലം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് വളരെയധികം പഴക്കമുള്ളൊരു സർവീസാണ്. എന്തായാലും മധുര ഗുരുവായൂർ പുതിയ ട്രെയിൻ കാണാൻ കാത്തുനിന്ന് നമുക്ക് വർഷങ്ങൾ പഴക്കമുള്ള കൊല്ലം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് തന്നെ ആ മലയിറങ്ങി വരുന്ന കാഴ്ച കാണാൻ പറ്റിയത് സന്തോഷമായി കരുതുന്നു. ഇപ്പോൾ നിങ്ങൾ വരുമ്പോഴും ഈ ഒരു ടൈമിൽ ഏകദേശം ഒരു 3 മണിയോടുകൂടി നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ട്രെയിനിൽ ഏതെങ്കിലും ഒരെണ്ണം കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിൽ 2 ട്രെയിൻ ഇറങ്ങി വരുന്നത് നമ്മുടെ പുനലൂരിൽ നിന്നും നമ്മുടെ എസ്പെൻറ്റ് വഴി താഴേക്ക് മല ഇറങ്ങി വരുന്ന കാഴ്ചയാണ്. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കും. പിന്നീടാണ് ഏറ്റവും അവസാനം മധുരയിൽ നിന്ന് ഗുരുവായൂരേക്ക് വരുന്ന ട്രെയിൻ വരുന്നത്. അതിൻ്റെ സമയം വേരീസ് മൈ ട്രെയിൻ ആപ്പ് പറയുന്നത് 3:20 ചിലപ്പോൾ അത് 3:30 ആവാം, 4 ആവാം, ചിലപ്പോൾ 4:30 വരെ സമയം ആയ സമയങ്ങളുണ്ട്. പിന്നീട് ഈ സമയമൊന്നും കൃത്യമല്ല. നമ്മുടെ വൈദ്യുതീകരണമൊക്കെ പൂർത്തിയാകുന്നതോടുകൂടി
ട്രെയിനിൻ്റെ സമയമൊക്കെ വ്യത്യാസപ്പെടാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വേരീസ് മൈ ട്രെയിൻ ആപ്പ് പരിശോധിച്ചിട്ട് വേണം ഇവിടേക്ക് വരാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആപ്പിനകത്തൂടെ കൃത്യമായിട്ട് ട്രെയിൻ എവിടെ എത്തി എന്നെല്ലാം കൃത്യം അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. അവിടെ നിന്ന് ട്രെയിൻ കാണുകയും ചെയ്യാവുന്നതാണ്. ഞാനൊരു പത്തനംതിട്ട ജില്ലക്കാരനാണ്. പത്തനംതിട്ട, കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലാണ് എൻ്റെ വീട്. ഞങ്ങളുടെ അതുവഴിയൊന്നും റെയിൽവേ ലൈനുകളൊന്നും അധികമില്ല. അതുകൊണ്ട് തന്നെ ട്രെയിനിൻ്റെ കാഴ്ചകളൊക്കെ കാണുന്നത് ഞങ്ങൾക്ക് വളരെയധികം രസകരമായൊരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ട്രെയിനുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഇത്തരം പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളിലൂടെയൊക്കെ ട്രെയിൻ പോകുന്നത് കാണാൻ ഞങ്ങളെ സംബന്ധിച്ചുള്ള വലിയൊരു കാഴ്ചയാണ്. ട്രെയിൻ സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതൊരു വലിയ കാഴ്ചയല്ലായിരിക്കും. എങ്കിലും ഇത്തരത്തിലുള്ള പ്രകൃതി മനോഹരമായ സ്ഥലത്ത് കൂടി പോകുന്ന ട്രെയിനും മറ്റും കാണുന്നത് എല്ലാവരെയും ഒരുപോലെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ സമയം 3:45 കഴിഞ്ഞു. നമ്മളങ്ങനെ വീണ്ടും പുളിയറയിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ നിന്നും ഇനി നമുക്ക് വലിയ ദൂരമില്ല കേരളത്തിലേക്ക്. നമ്മളിനി പുനലൂർ ലക്ഷ്യമാക്കിയാണ് യാത്ര തിരിക്കുന്നത്. നമുക്കിനി ഒരു സ്ഥലത്ത് കൂടി ഇറങ്ങി കാഴ്ചകൾ കാണണം. അതെവിടെ വേണമെങ്കിലും ആകാം. നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന മധുര ഗുരുവായൂർ ട്രെയിനിൻ്റെ കാഴ്ച നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിന്നൊന്ന് കാണണം. ഒന്നെങ്കിൽ എസ്പെൻഡിലോ അല്ലെങ്കിൽ കഴുതുരുട്ടിയിലോ തെന്മലയിലോ ആയാലും മതി. നമുക്ക് ആ ഒരു കാഴ്ചയും കൂടി കണ്ടിട്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു യാത്ര അവസാനിപ്പിക്കണം. പുനലൂർ മുതൽ തെങ്കാശി വരെയുള്ള ഏകദേശം 6 സ്ഥലങ്ങളാണ് നമ്മൾ ഈ ഒരു യാത്രയിൽ കവർ ചെയ്തത്. ഇതിൽ തന്നെ പല സ്ഥലങ്ങളിലും നിങ്ങൾ പോയിട്ടുണ്ടാകാം, പോകാത്തവരുണ്ടാകാം. കൊല്ലം ജില്ലയിലെ പുനലൂർ നിന്നും രാവിലെ 6 മണിക്ക് തുടങ്ങി വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു യാത്രയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. ഏകദേശം 6 മണിയോടുകൂടി തന്നെ നമ്മൾ പുനലൂർ യാത്ര അവസാനിപ്പിക്കുന്നതാണ്. പിന്നീട് നമ്മൾ മുൻകൂട്ടി പറയാം, പലപ്പോഴും നമ്മൾ ഇറങ്ങി സ്പെൻഡ് ചെയ്യുന്ന സ്ഥലവും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം. എങ്കിലും നമ്മൾ പരമാവധി 6 മണിക്ക് തുടങ്ങി 6 മണിക്ക് തന്നെ അവസാനിക്കുക, അല്ലെങ്കിൽ ഒരു 7 മണിക്ക് അവസാനിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ യാത്ര പോയിട്ട് വന്നതും. നമ്മൾ ഏകദേശം 6 മണിയോടുകൂടി തന്നെ പുനലൂര് യാത്ര അവസാനിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിനിടയിൽ കുറച്ചധികം ടൈം ഈ സ്ഥലങ്ങളിലൊക്കെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഒരു 7 മണി 8 മണിയോടുകൂടി പുനലൂർ എത്തിച്ചേർന്നാൽ മതി. അതൊന്നും ഒരു വലിയ സമയമല്ല, താമസിക്കുന്നതായിട്ട് തോന്നുകയുമില്ല. 8 മണി എന്ന് പറയുന്നതൊക്കെ ഒരു നോർമൽ ടൈമാണ്. നമ്മളങ്ങനെ പുളിയറയിൽ നിന്നും നമ്മുടെ കോട്ടവാസലിലേക്കുള്ള റോഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എസ്പെൻഡ് ഇതിന് തൊട്ട് മുൻപിലായിട്ടാണ്. ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ നല്ല മനോഹരമാണ്. നമ്മുടെ കേരളത്തിൻ്റെ മലനിരകൾ തൊട്ട് മുന്നിൽ കാണാം. ഇന്ന് നല്ല മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ്. ഏകദേശം ഒരു മഴ പെയ്യാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ എങ്ങും ലക്ഷണമില്ല. നമ്മുടെ മുന്നിലായിട്ടുള്ള മലനിരകളിലൊക്കെ ചെറിയ രീതിയിൽ മഞ്ഞ് പോലെ മേഘങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇത് പുളിയറയിലെ മറ്റൊരു ജംഗ്ഷനാണ്. കോട്ടവാസലിനും പുളിയറയ്ക്കും ഇടയിലുള്ള നമ്മുടെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു ജംഗ്ഷനാണ്. പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ അവിടെ ഒരുപാട് കടകളുണ്ട്. നമ്മളങ്ങനെ എസ്പെൻഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെൻഡിലെ ആളുകളൊക്കെ ഇറങ്ങി കാഴ്ചകൾ കാണുന്നുണ്ട്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വലിയ ചൂടും കാര്യങ്ങളും ഒന്നുമില്ല. ആളുകൾക്ക് ഇറങ്ങി കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയൊരു ക്ലൈമറ്റാണിത്. ഒരു മൂടി കെട്ടിയ ഒരു ചെറിയ തണുപ്പൊക്കെ ഉള്ളൊരു അന്തരീക്ഷം. നമ്മൾ എസ്പെൻഡിൽ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ മധുര ഗുരുവായൂർ എക്സ്പ്രസ് ചെങ്കോട്ടയിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയും നമുക്ക് താമസിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നെങ്കിൽ കഴുതുരുട്ടിയിലോ അല്ലെങ്കിൽ 13 കണ്ട്രയിലോ പോയി ട്രെയിൻ കാണുവാനായിട്ട് തീരുമാനിച്ചു. നമ്മളങ്ങനെ ഇറങ്ങി ആര്യങ്കാവൊക്കെ കഴിഞ്ഞ് കേരളത്തിലേക്ക് കയറി. ഇവിടെയായിട്ട് നല്ല മേഘങ്ങൾ കാണാം. മഴമേഘങ്ങളാണ്. പെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമുണ്ട്. എന്തായാലും നമ്മൾ കോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് കഴുതുരുട്ടിയിൽ ഇറങ്ങി എന്തായാലും ഒന്ന് വിശ്രമിക്കാം. മഴ പെയ്യുമോ ട്രെയിൻ വരുമോ എന്നൊക്കെ ഒന്ന് അറിയാം. കഴുതുരുട്ടി ഇറങ്ങി എന്തായാലും ഒരു ചായയും കുടിച്ചിട്ട് നമുക്കവിടെ വിശ്രമിക്കാനായിട്ടിരിക്കാം. എടപ്പാളയം അടുക്കാറായി. ഇവിടെ ചെറിയൊരു ബ്ലോക്കുണ്ട്. നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ടുള്ള ഇവിടെ ഒരു പുതിയ പാലം നിർമ്മിച്ചിരുന്നു. നമ്മുടെ റൈറ്റ് സൈഡിൽ നമുക്ക് റെയിൽവേ പാലം കാണാം. അതിൻ്റെ താഴെയായിട്ട് NHൻ്റെ ഒരു പാലം നിർമ്മിച്ചിരുന്നു. അത് നല്ല രീതിയിൽ പൊളിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരൊക്കെയോ പിരിവെടുത്ത് റോഡ് ശരിയാക്കുകയാണ്. അപ്പോൾ ലോറിക്കാരുടെ കയ്യിൽ നിന്നൊക്കെ പിരിച്ച് അവിടെ നല്ല രീതിയിൽ മണ്ണൊക്കെ ഇട്ട് ശരിയാക്കുകയാണ്. NHകാർ വരുമ്പോഴത്തേക്കും അവർ പണിയുമ്പോൾ ഒരു സ്ട്രെച്ച് നോക്കി മൊത്തത്തിലാണ് പണിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തന്നെ അവർ ലോറിക്കാരെല്ലാം കൂടെ ആണെന്ന് തോന്നുന്നു JCB വിളിച്ച് അവിടെ ശരിയാക്കുന്നുണ്ട്. ഇടപ്പാളയമാണിത്. ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ന്യൂ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനൊക്കെ കാണാൻ സാധിക്കും. പിന്നീട് ഇടപ്പാളയത്തെ ഹാൾട്ട് റെയിൽവേ സ്റ്റേഷനും കാണാൻ സാധിക്കും. ഇതിൻ്റെ താഴെ കൂടിയാണ് നമ്മുടെ കഴുതുരുട്ടി ആറ് ഒഴുകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളമുള്ള സമയത്തൊക്കെ സഞ്ചാരികൾ ഇവിടെ ഇറങ്ങി കുളിക്കാറൊക്കെ ഉണ്ട് ഇവിടെ താഴെയായിട്ട്.
നമ്മുടെ തൊട്ട് പുറകിലായിട്ടൊരു ബസ് വരുന്നുണ്ട്. അത് നമ്മുടെ തെങ്കാശിയിൽ നിന്ന് കൊല്ലത്ത് പോകുന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സാണ്. നമ്മുടെ കൊല്ലം ചെങ്കോട്ട പാതയിൽ മീറ്റർ ഗേജ് മാറ്റി ബ്രോഡ് ഗേജ് ആക്കി മാറ്റുകയും പാതയിൽ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി തുരങ്കത്തിൻ്റെയൊക്കെ വീതിയൊക്കെ കൂട്ടുന്ന സമയത്ത് ഇതുവഴി ട്രെയിനുകൾ ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് കൂടുതൽ ആളുകളും പുനലൂർ ഭാഗത്തു നിന്ന് കൊല്ലം ഭാഗത്തു നിന്നുമൊക്കെ തെങ്കാശി പോലെയുള്ള പ്രദേശങ്ങളിലേക്കും തിരുനെല്വേലിയിലേക്ക് പോകുവാനായിട്ട് നമ്മുടെ ഈ കാണുന്ന ബസ്സുകളെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. അങ്ങനെ KSRTCയും നിരവധി സർവീസുകൾ ഈ റൂട്ടിൽ നടത്തുന്നുണ്ട്. നമ്മളങ്ങനെ കഴുതുരുട്ടി ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നു. നമ്മളിവിടെ വിശ്രമിക്കുകയാണ്. ട്രെയിൻ നോക്കി ഇവിടെ നിന്നുമാണ് ട്രെയിൻ വരുന്നത്. ഇവിടെ ഒരു സ്ഥലത്തായിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ച് വിശ്രമിച്ചിരിക്കുകയാണ്. നമ്മുടെ ഓപ്പോസിറ്റ് മലയിൽ നല്ല രീതിയിൽ മേഘങ്ങൾ ഇറങ്ങി വരുന്നുണ്ട്. മഴ പെയ്യുമോ എന്നറിയില്ല, എങ്കിലും അതൊരു നല്ല കാഴ്ചയാണ്. അങ്ങനെ ഹോണൊക്കെ നീട്ടി അടിച്ചുകൊണ്ട് നമ്മുടെ മധുര ഗുരുവായൂർ ട്രെയിൻ വരുന്നുണ്ട്. കഴുതുരുട്ടിയിൽ നമ്മുടെ ട്രെയിന് സ്റ്റോപ്പുണ്ട്. ട്രെയിൻ ഏകദേശം നിർത്താറായി. നമ്മളും നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. ഇനി പുനലൂർ പോയി നമ്മുടെ യാത്ര അവസാനിപ്പിക്കുകയാണ്. ഈ ട്രെയിന് പുനലൂർ എത്തുന്നത് 6 മണിക്കാണ്. നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ യാത്ര അവസാനിപ്പിക്കുന്നതും 6 മണിക്കാണ്. അങ്ങനെ നമ്മുടെ ട്രാവൽ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഏകദേശം തെങ്കാശി ജില്ലയിലെ പകുതിയോളം കാഴ്ചകൾ ഈ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇനിയും കൂടുതൽ വീഡിയോകളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ കൂടുതൽ വീഡിയോ കാണുവാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മധുര ഗുരുവായൂർ ട്രെയിൻ കഴുതുരുട്ടിയിൽ നിന്നും പുറപ്പെടുകയാണ്. നമ്മളും നമ്മുടെ യാത്ര പുറപ്പെടുകയാണ്. പുനലൂരിലേക്കാണ്. പുനലൂരിൽ ചെന്ന് യാത്ര അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.